നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു പ്രത്യേക ഒരു ഗസ്റ്റാണ്. ഓൾറെഡി 2 ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്കൊരു വണ്ടി റിവ്യൂവിന് കിട്ടുന്നുണ്ട്. ഒരു 4 വീൽ ഡ്രൈവ് ഒരു വെഹിക്കിളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഹേറ്റേഴ്സ് ഇല്ലാത്ത നടൻ എന്നൊക്കെ പറയുന്ന പോലെ ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു വണ്ടിയാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന കാര്യങ്ങളൊക്കെ അറിയണം, ജിപ്സി എടുക്കാൻ ആഗ്രഹമുള്ളവരുടെ കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ഉത്തരം എൻ്റെ ഫ്രണ്ട് തരുന്നതായിരിക്കും. ഞാനൊരു പജറ ഫാൻ ആയതുപോലെ തന്നെ പുള്ളി ഒരുപാട് ജിപ്സി, വർഷങ്ങളായിട്ട് ജിപ്സി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ പുള്ളിയുടെ ആഗ്രഹം സാധിച്ചെടുത്തതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പുള്ളിയെടുത്ത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് നിതിൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. താങ്ക് യു. അപ്പോൾ നിതിൻ എൻ്റെ കൂടെ എൻ്റെ സ്കൂൾമേറ്റാണ്. നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൻ്റെ വണ്ടിയാണിത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഭയങ്കര ജിപ്സി ഭ്രാന്തനാണ്. അങ്ങനെ അവൻ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ ജിപ്സി എടുക്കാനുള്ള കാരണം? വളരെ ചെറുപ്പം മുതലേ വളരെ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന ഏതൊരു ചെറുപ്പക്കാർക്കും ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും ഈ വണ്ടി ഒന്ന് എടുക്കണമെന്നോ, ജിപ്സി എടുക്കണമെന്നോ, ജിപ്സി എടുത്തൊന്ന് ഉപയോഗിക്കണമെന്നോ ആഗ്രഹം ഏതൊരു ചെറുപ്പക്കാർക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് നാളത്തെ അന്വേഷണത്തിനും ശേഷം സ്റ്റഡിക്കൊക്കെ ശേഷമാണ് വണ്ടി എടുത്തത്. വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് പണ്ട് പോലെ കുറേ പേരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. പിന്നെ ഞാൻ വണ്ടി എടുക്കുന്നതിന് മുന്നേ 1-2 ക്ലബിലൊക്കെ അംഗമായി. അങ്ങനെ കുറേ ഇൻഫർമേഷനൊക്കെ കിട്ടി. വണ്ടി എടുക്കുന്നതിന് മുന്നേ കുറേ സ്റ്റഡിയൊക്കെ നടത്തി വണ്ടിയെ പറ്റി. അങ്ങനെ പണ്ട് മുതലേ മനസ്സിലുള്ള ആഗ്രഹം ആയതുകൊണ്ട് പണ്ട് മുതലേ പഠിക്കുന്നുണ്ട് വണ്ടിയെ പറ്റി. അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ വണ്ടി എങ്ങനെ വാങ്ങിച്ചു, എവിടെ നിന്ന് വാങ്ങിച്ചു? ആയൊരു ഗ്യാരേജ് നടത്തുന്ന കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പോൾ എൻ്റെ പണ്ട് മുതലേ ഉള്ളൊരു ഫ്രണ്ടും ചേട്ടനൊക്കെയാണ്. അപ്പോൾ പുള്ളി വഴിയാണ് ഇതുപോലെ ആയൊരു വയക്കൽ ഇതുപോലെ ഒരു വണ്ടി കിടപ്പുണ്ട് എന്ന് അറിഞ്ഞത്. എക്സ് മിലിറ്ററി വണ്ടിയായിരുന്നു. അങ്ങനെ ഞാൻ പുള്ളിയുടെ നിന്ന് കോൺടാക്ട് എടുത്താണ് അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ വണ്ടി ഈ കാണുന്ന അവസ്ഥയിലൊന്നും അല്ലായിരുന്നു. വണ്ടി ഒരു 40-50% വണ്ടി ഉണ്ടായിരുന്നുള്ളൂ. മിലിറ്ററി വണ്ടിയായിരുന്നു. ഡൽഹി. അങ്ങനെ പുള്ളി നാട്ടിലെടുത്ത് കൊണ്ടുവന്ന് പണിഞ്ഞാണ് പുള്ളി സാധാരണ കൊടുക്കുന്നത്. പക്ഷെ ഞാനപ്പോൾ എനിക്ക് ആ രീതിയിൽ എടുത്ത് എൻ്റെതായ രീതിയിൽ ചെയ്യാനായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെയാണ് ഞാൻ പുള്ളിയുടെ അടുത്തൊരു വില പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വണ്ടി എടുത്തിട്ട് ഇതിൻ്റെ മെയിൻറ്റെയിൻ, ഈ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്തല്ലോ, ഇതിനകത്ത്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു പാർട്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റാക്കി? ഞങ്ങൾ ആദ്യമേ ഇതെടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ലിഫ്റ്റ് കയറ്റി വണ്ടി മൊത്തം നോക്കി. വണ്ടി എടുക്കുന്നതിന് മുന്നേ തന്നെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ലിഫ്റ്റ് കയറ്റി കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് വണ്ടി എടുത്തത്. ഫുള്ളെടുത്തത് മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ എൻജിൻ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് പാച്ച് വർക്കൊക്കെ ഉണ്ട്. അങ്ങനെ എൻജിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് വണ്ടി എടുത്തത്. അല്ലാതെ ബോഡിയൊക്കെ വളരെ മോശമായിരുന്നു വണ്ടി. ഈ വണ്ടി എടുത്തപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇതിനകത്ത് നീ ഇത്രയും സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്കൊന്ന് കാണണം, എന്തൊക്കെയാണ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു വണ്ടിയുടെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു ചെറിയൊരു ആൽബം പോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ വണ്ടി ഇപ്പോഴത്തെ കണ്ടീഷൻ. അതെ. ഇപ്പോൾ ഞാൻ വണ്ടി മേടിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. ഓ അത് ശരി. ഈ ഒരു പോലെ വരുന്ന വണ്ടി വാങ്ങിച്ചപ്പോൾ പോലീസ് എന്നുള്ള എഴുത്തൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഓൺ പ്രോഗ്രസ്. ഇത് ഫുള്ള് ഇങ്ങനെയാണ് വണ്ടി വന്നത് അല്ലേ? ഫുള്ള് പണി ചേർത്താണ്. പിന്നെ പാച്ച് വർക്ക് കുറേ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് എവിടെ ചെയ്ത? ആയിരം ഒരു ഇതിൻ്റെ ജിപ്സി എക്സ്പെർട്ടാണ്. അവരെല്ലാം വണ്ടിയും ചെയ്യും. ചേട്ടനോട്ട് എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമുണ്ട്. കമ്പനിയാണ്. അതെ. എങ്ങനെയാണ് കിടന്നത് വണ്ടി? എൻ്റെ ദൈവമേ, ഇതൊക്കെ പറഞ്ഞാൽ ശരിക്കും റീസ്റ്റോറേഷൻ എന്നൊക്കെ പറയാം നമുക്ക്. എന്താ ഒരു കോളത്തിൽ കിടന്ന വണ്ടി ഇപ്പോൾ ഈ കാണുന്ന അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പതുക്കെ ഇത് വാങ്ങിച്ച സാധനങ്ങളാണല്ലേ. ഇതെല്ലാം ഫോട്ടോ എടുത്ത് ആൽബമൊക്കെ വെച്ചേക്കാണ്. അതാ വണ്ടിയുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ നമുക്കങ്ങനെ കാണാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ഈ സീറ്റെല്ലാം വാങ്ങിച്ചാണ് ഈ ബാക്കിലിരിക്കുന്നത്. ഓ അത് ശരി. ഈ വണ്ടിയെ പറ്റി ആരും എന്ത് വന്ന് ചോദിച്ചാൽ കൈ കൊടുത്താൽ മതി, ആൽബം എടുത്ത് കൊടുത്താൽ മതി. ശരി, അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് മാറിയിരിക്കുന്നത് ഈ ബമ്പർ ഞാൻ മാറ്റി വെച്ചു. ഈ ബമ്പറല്ലേ? ഇത് ബമ്പറിൻ്റെ പാർട്ടാണ് ഈ ബമ്പർ ബുൾബാറും കൂടെ ഒരുമിച്ച് പ്രാഡിൻ്റെ ബമ്പറാണ് ചെയ്തിരിക്കുന്നത്. പ്രാഡിൻ്റെ ബമ്പറും പിന്നെ ഈ ഗ്രില്ല് മാറി
ഇതിപ്പം പുതിയ ടൈപ്പ് ഗ്രില്ല് ആണല്ലേ? പിന്നെ പുതിയ ഹെഡ്ലൈറ്റ് വെച്ചു. ഇതെല്ലാം ഇതിന്റെ പാർട്ടായിട്ട് തന്നെ വരുന്ന കാർഡിന്റെ മെമ്പറിന്റെ കൂടെ തന്നെ. ഈ ഫോഗ് ഇൻഡിക്കേറ്റർ ഇത് ഞാൻ എക്സ്ട്രാ വെച്ചതാ. ലൈറ്റുകളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ആണെങ്കിലും ബാക്കിലത് ടെയിൽ ലാമ്പ് ഇതെല്ലാം മറ്റേ ബൂട്ട് മോന്ന് വാങ്ങിച്ചാ? ഇത് ബൂട്ട് മോന്ന് ഞാൻ ഡൽഹിയിൽ നിന്നും രണ്ടിടത്തുനിന്നായിട്ട് മേടിച്ചു. പിന്നെ ടയർ മാറിയിട്ടുണ്ട്. ടയറും ഓഫ് റോഡ് റിംസും കയറ്റി. സ്റ്റോക്ക് വരുന്നത് മറ്റേ സാധാരണ സ്റ്റീൽ റിംസ് അല്ലേ? 215 ടയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം ഇത് ഡീറ്റെയിൽസ് എല്ലാം ബൂട്ട് മോയിന്നും ഇതിപ്പോൾ ഞാൻ ബൂട്ട് മോയിന്നും. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, ഇതും പുതിയതായിട്ട് വാങ്ങിച്ചാണോ? ഇത് പുതിയതായിട്ട് മേടിച്ചതാണ്. ഇത് ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ മേടിച്ച് അതൊന്നും കൂടെ ഒന്ന് ബോഡി ഫിറ്റായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യിപ്പിച്ചു. ഇതെല്ലാം ഒറിജിനൽ മാരുതിയുടെ സാധനമാണ്? ഇത് മാരുതിയുടെ സാധനമല്ല, ഇത് ആഫ്റ്റർമാർക്കറ്റ് സാധനമാണ്. മാരുതിയുടെ ജെന്യുവിൻ വരുന്നത് ഒരു ആഷ് കളറിലെ ഐറ്റം. ഞാൻ ചോദിക്കട്ടെ, ഈ വീൽ ആർച്ച് ഇല്ലേ, ഇത് ഓൾറെഡി ഈ മോഡലിനുള്ളതാണോ? ഇതാണ് നമ്മുടെ ഇപ്പോൾ 2000 കഴിഞ്ഞിട്ടുള്ള മോഡൽ. ഈ W ഇല്ലേ, വൈറ്റ് ബോഡി, അപ്പോൾ അത് വന്നപ്പോഴത്തേക്കാണ് ഈ വീൽ ആർച്ച് വന്നത്. ഇതിന് മുന്നേ ഉള്ള 2000 മുന്നേ ഉള്ള കാർബറേറ്റർ വണ്ടിക്ക് ഈ വീൽ ആർച്ച് ഇല്ല. ശേഷം MPFI വണ്ടികൾക്കാണ് ഈ വീൽ ആർച്ച് എല്ലാം വന്നത്. 5 ടയർ വാങ്ങിച്ചു, 5 ടയർ 5 റിംസും വാങ്ങിച്ചു. ഇവിടെയും ഈ ടെയിൽ ലാംപ്സ് എല്ലാം ലാമ്പുകളെല്ലാം പുതിയതാണ്. എല്ലാം പുതിയതാണ്. ശരി, അത് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ബാക്ക്. എല്ലാം അടിപൊളിയാക്കിയല്ലേ? ഇതെല്ലാം ജിപ്സിയുടെ തന്നെ സാധനമാണ് അല്ലേ? ആഫ്റ്റർ മാർക്കറ്റ് എല്ലാം കിട്ടും. പിന്നെ നമ്മുടെ ഈ വിനയിൽ ചെയ്ത് ഇതിങ്ങനെ ചെയ്യണ്ടെന്നൊരു അഭിപ്രായം. വിനയിൽ വരുമ്പോഴേ ചിലപ്പോൾ വെള്ളം കയറി റസ്റ്റിങ്ങിന്റെ പ്രശ്നം ചെയ്യാതിരിക്കുന്നത് നല്ലത്. കാരണം നമ്മുടെ അടുത്ത് നമ്മുടെ പജീറ ഗ്രൂപ്പിൽ അഡ്മിൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇത് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്ന് പറയും. പ്രത്യേകിച്ച് AC ഉള്ള വണ്ടിക്ക് അത് ചാൻസ് വളരെ കൂടുതലാണ്. ഇതിലിപ്പം AC ഇല്ല, പവർ സ്റ്റിയറിംഗ് ഇല്ല. അതാണ് നമുക്ക് വെക്കാൻ പറ്റുന്നുള്ളൂ. വെക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വീക്കെൻഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. എനിക്കിത് ഓക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഇതെന്ന് പറയാൻ നമ്മളൊരു കംഫർട്ട് അല്ലല്ലോ ഇതിനകത്ത് പ്രധാനം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഈ സീറ്റിംഗ് ഇരിക്കുന്നുണ്ടേ, 8 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ? 8 പേർക്ക് ഇരിക്കാം. എങ്കിലും ബാക്കിലൊരു 4 പേരും ഫ്രണ്ടിലൊരു 2 പേരും ആയിരിക്കും ഒരു കംഫർട്ട് സീറ്റിംഗ്. 8 പേർക്ക് ഇരിക്കാൻ കുഴപ്പമില്ല. 8 പേർക്ക് കയറും, ആവശ്യം വന്നാൽ 8 പേർക്ക് കയറാം. 6 പേർക്ക് ഇരിക്കുന്നതായിരിക്കും കംഫർട്ട്. റിയർ മിററൊക്കെ എല്ലാം വാങ്ങിച്ചാണ്? എല്ലാം വാങ്ങിച്ചല്ലേ? എല്ലാം അതുപോലെ സ്റ്റോക്ക് വണ്ടി ഷോറൂം കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. ഈ ഔട്ട്സൈഡ് മിറർ ഇരിക്കുന്നത് ജിപ്സിയുടെ അല്ല, അത് ബൊലേറോയുടെ ആണ്. ശരി, സ്യൂട്ട് ആവുമല്ലോ ഇതിനല്ലേ? കാണാനും കുഴപ്പമില്ല. ശരി. പിന്നെ എനിക്കൊരു സംശയം, ഈ ഐറ്റം എന്താണത്? ഈ സാധനം അത് നമ്മൾ ഈ ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോണറ്റ് ഓപ്പൺ ചെയ്ത് ഇതിലാണ് വന്ന് അവൻ തട്ടി നിൽക്കുന്നത്. പിന്നെ ഈ സാധനം നമുക്ക് ഇത് തുറന്നു വെക്കാം. അത് വന്ന് ചെയ്യാനുള്ള ഒരു കുഞ്ഞിതാണ് ഇരിക്കുന്നത്. അതിന്റെ തട്ടി നിൽക്കാനുള്ളതാണല്ലേ? വൈപ്പറിന്റെ ഇത് ബ്ലേഡ് എല്ലാം പുതിയതാണ്. വൈപ്പർ ബ്ലേഡ്, അതിന്റെ വാഷർ എല്ലാം പുതിയത് വെച്ചു. നമുക്ക് ഇന്റീരിയർ ഒന്ന് കാണാം. ഇതിനകത്ത് എല്ലാ സാധനവും എക്സ്ട്രാ വാങ്ങിച്ചു വെച്ചാണ് ഇതെല്ലാം പുതിയതായിരിക്കുന്നത്. എല്ലാം ഈ ഡാഷ്ബോർഡും ഫോട്ടോക്കകത്തൊക്കെ ഡാഷ്ബോർഡ് ഭയങ്കര പഴയതാ അല്ലേ? ഡാഷ്ബോർഡ്, സ്റ്റിയറിംഗ്, കംപ്ലീറ്റ് കീ സെറ്റ് എല്ലാം മാറ്റി. ഈ ഡയലൊക്കെയോ? ഈ ഡയലിന്റെ പുറത്ത് ഇത് മാത്രം മാറിയിട്ടുണ്ട്. അകത്തത് കുഴപ്പമില്ലായിരുന്നു, നീറ്റായിട്ട് ഇരിക്കുമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു അവർ ഇടയ്ക്ക് വെച്ച എപ്പോഴെങ്കിലും മാറിയിട്ടുണ്ടായിരിക്കാം. അകത്തെ ഡയല് നല്ലായിരുന്നു, അധികം മാറിയില്ല. ബാക്കി കംപ്ലീറ്റ് സാധനങ്ങൾ മാറി. ഇപ്പൊ ഈ നോബുകളാണെങ്കിൽ എല്ലാം പുതിയതാ. ഈ ഗിയർ ബൂട്ടുകൾ, ഈ ഗിയറും ഇത് അതെല്ലാം നോബുകൾ, ആ ബൂട്ട്, ഈ ഗിയർ ബൂട്ട് ഇതെല്ലാം പുതിയത്. ചടലും അതെല്ലാം പുതിയതാണ്. എല്ലാ സാധനവും പുതിയതാണ്. സിഗരറ്റ് ലൈറ്റർ ഉൾപ്പെടെ പുതിയതാണ്. ഇത് പഴയ സാധനമാണെന്ന് തോന്നുന്നു. അത് കിട്ടിയില്ലായിരുന്നു. ഇതപ്പോ ശരിക്കും AC ഉള്ള വണ്ടിയായിരുന്നു അതോ എന്താണ്? അല്ല, നമ്മുടെ മാരുതിയിലും വരുമല്ലോ, മറ്റേ പഴയ മാരുതി. ഈ സാധനം ഇവിടുന്ന് വാങ്ങിച്ചു. ഈ ഡാഷ്ബോർഡൊക്കെ ബൂട്ട് പോയിന്നാണ് അല്ലേ? ഫുൾ സാധനം, മാറ്റും എല്ലാം. ഈ ഡോർ ഓപ്പണിംഗ് അത് 800ന്റെ കറക്റ്റ് ആവും. മാരുതിയുടെ ഏത് വണ്ടിയുടെയാണ് ഷൂട്ട്, ശരി. കുഴപ്പമില്ല.
സീറ്റെല്ലാം പിന്നെ സെപ്പറേറ്റ് സീറ്റെല്ലാം പിന്നെ ചെയ്യിപ്പിച്ചു. സീറ്റെല്ലാം വളരെ മോശമായിരുന്നു. ചെറിയൊരു ഒരുപാട് കുഷനും ചെയ്തില്ല, എങ്കിലും ഒരു കംഫർട്ട് വരുന്ന രീതിയിൽ കുഷനും ചെയ്തു. ബാക്കി അതിന്റെ പുറത്ത് ഈ ലൈറ്റ് ഉൾപ്പെടെ അല്ലേ? ലൈറ്റ് ഉൾപ്പെടെ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ആദ്യം വന്ന ചോദ്യം, ഇനി പുതിയ ജിപ്സി എടുക്കാൻ പറ്റുമെന്നാണ്. 2018 ലാസ്റ്റാണ് പബ്ലിക്കിന് ലാസ്റ്റായിട്ട് വണ്ടി എടുക്കാനുണ്ടായിരുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നത്. 2018 ലാസ്റ്റ്. ഇപ്പോൾ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതുപോലെ എക്സ് മിലിറ്ററി വണ്ടികളോ അല്ലെങ്കിൽ നേവൽ ബേസിലൊക്കെ എടുക്കുന്ന വണ്ടി നമ്മൾ ഓപ്ഷനിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് നമ്മൾ ഓൺലൈനാണ് ഓപ്ഷൻ നടക്കുന്നത്. അങ്ങനെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ടല്ലേ? അങ്ങനെ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും ഏജൻസ് വഴി പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണെന്ന് എനിക്ക് തോന്നുന്നു. വേറൊരു ചോദ്യം ഉള്ളതേ, ഇപ്പോൾ ഇതൊരു 4-wheel ഡ്രൈവ് വണ്ടിയാണല്ലോ, പെട്രോളാണ്. ഇതിൻ്റെ 4-wheel ഡ്രൈവ് എഫിഷ്യൻ്റ് ആണോ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കി ഓഫ് റോഡ് വണ്ടികൾ, ഇപ്പോൾ താറോ ബൊലേറോ ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടൊക്കെ വെയിറ്റ് കുറവുണ്ട് വണ്ടി, ബോഡി വെയിറ്റ് കുറവുണ്ട്, പെട്രോളാണ്. അപ്പോൾ അതിൻ്റേതായ പെർഫോമൻസ് ഉണ്ട്. വണ്ടിക്കുണ്ട്. പെർഫോമൻസ് ഉണ്ട്. ഓഫ് റോഡിങ് ബെറ്ററാണ്, അടിപൊളിയാണ്. എവിടെയെങ്കിലും ഓഫ് റോഡ് പോയാൽ? ഞാൻ ഇടയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു സംശയമുള്ള കാര്യം, ഇപ്പോൾ ഇതിൻ്റെ പാർട്സും ഇതിൻ്റെ അവൈലബിലിറ്റിയൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ എന്തായാലും വണ്ടി എടുത്തപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല, ഇത് ഫുൾ ഇങ്ങനെ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ പാർട്സ് എല്ലാം വാങ്ങിച്ചതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം. അപ്പോൾ ഈ സാധനമൊക്കെ എവിടെ നിന്ന് വാങ്ങിച്ചിരിക്കും? ഞങ്ങൾ ആദ്യമേ ചെയ്തത് വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നൊരു അത്യാവശ്യം ഒരു വലിയ ലിസ്റ്റായിരുന്നു. ഞങ്ങളത് പാർട്ട് നമ്പർ വെച്ച് തന്നെ എഴുതി. ഓരോ പാർട്ടിൻ്റെയും പാർട്ട് നമ്പർ വെച്ചൊരു മാരുതി ജിപ്സിയുടെ ഒരു ബ്രോഷർ വാങ്ങിച്ചിട്ട് അതിനകത്ത് പാർട്ട് നമ്പർ എഴുതിയിട്ട് ഞങ്ങൾ ആദ്യമേ കൊട്ടാരക്കര സാരഥി പോയി മാരുതിയുടെ സ്പെയർ പാർട്സ് അവിടെ ചെന്ന് ഇത് കൊടുത്തപ്പോഴത്തേക്ക് സാധനമൊക്കെ കിട്ടും, പക്ഷേ നല്ല ഡിലേ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനൊരു SX4 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും പാർട്സ് ഇതുപോലെ എനിക്ക് ഡൽഹിയിൽ നിന്ന് എടുത്തു തരുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഞാൻ അയച്ചു കൊടുത്തപ്പോൾ അത്യാവശ്യം മെക്കാനിക്കൽ പാർട്സ് എല്ലാം പുള്ളി എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സസ്പെൻഷൻ്റെയും അങ്ങനത്തെ ബോൾട്ട് അങ്ങനത്തെ സകല സാധനങ്ങളും എനിക്ക് പുള്ളി അവിടെ നിന്ന് ഡൽഹിയിൽ നിന്ന് ഒരു 15 ദിവസത്തിനുള്ളിൽ എനിക്ക് നാട്ടിൽ എത്തിച്ചു തന്നു. പിന്നെ എന്നെ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ബൂട്ട്മോ സൈറ്റ് തന്നെയാണ്. bootmo.com അല്ലേ? എനിക്ക് നമ്മൾ ഇന്റീരിയറിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ബൂട്ട്മോയിൽ നിന്ന് എടുത്തു. ബൂട്ട്മോ സൈറ്റിൽ നമുക്ക് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ജിപ്സിയുടെ ഒരു ബ്രോഷർ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ പാർട്ട് നമ്പർ വെച്ച് നമുക്ക് ഈ പാർട്ട് നമ്പർ വെച്ച് സാധനം എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതിൻ്റെ പാർട്ട് നമ്പർ സെലക്ട് ചെയ്ത് ഞാൻ ഇന്റീരിയറിനകത്തുള്ള സാധനങ്ങൾ നല്ല ഇതേപോലത്തെ ചെറിയ ഡീക്കൽസ് ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ ഈ സ്റ്റിക്കറും ഇതല്ല. അപ്പോൾ ഇതൊന്നും അത് ഇല്ലായിരുന്നു വണ്ടിക്കകത്ത്? ഒന്നും ഇല്ലായിരുന്നു. അതെല്ലാം ബൂട്ട്മോ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരാളിപ്പോൾ ജിപ്സി എടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധനം അതിനകത്ത് കിട്ടും അല്ലേ? എല്ലാം നമുക്ക് അതിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും ഇതേപോലത്തെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ നമുക്ക് അത്യാവശ്യം അതിൽ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ അല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഡൽഹിയിൽ നിന്നാണെങ്കിലും പൂനെ, ഹരിയാന, ജയ്പൂരിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സാധനം എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. റീസണബിൾ റേറ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടും. അവിടെ നല്ല സപ്പോർട്ടിംഗ് ആണ്. എന്ത് പാട്ട് വേണമെങ്കിലും നമുക്ക് പ്രൊക്യൂർ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് മെയിനായിട്ട് നമുക്ക് ഈ പാർട്സ് ആയിട്ട് വലിയ സീനില്ല. ഇല്ല, വലിയ പ്രശ്നമില്ല. കാരണം ഇപ്പോഴും വണ്ടി ഇറങ്ങുന്നുണ്ടല്ലോ മിലിറ്ററി യൂസിന്. ബസ് 2018 ലാസ്റ്റ് വരെ 2018 ലാസ്റ്റാണ് നിർത്തിയത് അല്ലേ? ഇതിപ്പോൾ ഏത് ഇയർ മോഡൽ വണ്ടിയാണ്? 2005 മോഡലാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിനിപ്പം സർവീസ് ഇൻ്റർവെല്ലും സർവീസ് കോസ്റ്റൊക്കെ എങ്ങനെയാണ്? ഇത് 1.3 MPFI എഞ്ചിനാണ്. അപ്പോൾ സർവീസ് ഒരു മാരുതി വണ്ടി സർവീസേ ഉള്ളൂ നോർമൽ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ. നമ്മൾ ഒരു ഓഫ് റോഡിങ്ങൊക്കെ കൊണ്ടുപോയി ഉണ്ടാകുന്ന ഡാമേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്ട്രാ ആവുന്നുള്ളൂ. സോഫ്റ്റ് യൂസ് ആണെങ്കിൽ കുഴപ്പമില്ലാത്ത സർവീസേ വരത്തുള്ളൂ. ഒരു സാധാരണ ഒരു സ്വിഫ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാടേ ഉള്ളൂ. പഴയ എഞ്ചിനാണല്ലോ ഇരിക്കുന്നത്. 1.3 ആണ്. അങ്ങനെ ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ സിന്തറ്റിക് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. 10,000 ഓയിൽ ചേഞ്ച് ഫിൽറ്റർ ചേഞ്ചസ് എല്ലാം ചെയ്താൽ മതി. സിന്തറ്റിക് ആണല്ലേ? ഏത് ഇതിൻ്റെ വില? മോട്ടോളിൻ്റെ. പിന്നെ എല്ലാ മലയാളികൾക്കും ഏത് വണ്ടി ഉണ്ടല്ലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മൈലേജ് എന്ത് കിട്ടും? മൈലേജ് എനിക്ക് 10 to 12 എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിൽ താഴെ കിട്ടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ എനിക്ക് 10 to 12 എനിക്ക് കിട്ടുന്നുണ്ട്. 10-12 വരെ കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മളൊരു വളരെ നോർമലായിട്ടുള്ള ഒരു റൈഡ് ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇവിടെ ഓഫ് റോഡിങ്ങിന് പോകുമ്പോഴുള്ള ഒരുപാട് കുറയുന്നത്. അല്ലാതെ എനിക്ക് 10 to ഇപ്പോൾ ഈ ടയർ ഇട്ടിട്ട് പോലെ എനിക്ക് 10 to 12 എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ള കാര്യം, ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്.
ഇതിന് എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ? ഇത്ര ഇപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം എത്ര നാളെ വണ്ടി എടുത്തിട്ട്? വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 3 മാസമായി. 3 മാസമായി. അപ്പോൾ ഈ 3 മാസം ഉപയോഗത്തിന് ശേഷം എന്തെങ്കിലും ഒരു പോരായ്മയായിട്ട് പറയാനായിട്ടുണ്ടോ വണ്ടിയുടെ? ഇപ്പോൾ ബാക്കിൽ ലീഫ് സസ്പെൻഷൻ ആയതുകൊണ്ട് ബാക്കിലത്തെ യാത്ര അത്ര കംഫർട്ടബിൾ അല്ല. നല്ല തിരക്കും ബോഡി റോളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ബാക്കിൽ ആളുണ്ട് എന്നുള്ള രീതിയിൽ ഓടിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബാക്കിലിരിക്കുന്ന അവർക്ക് കുറച്ചുകൂടെ കംഫർട്ട്. ഫ്രണ്ടിലിരിക്കുന്നവർക്ക് കുഴപ്പമില്ല, ഓടിക്കുന്ന ആൾക്ക് ഒട്ടും കുഴപ്പമില്ല. പക്ഷേ ബാക്കിലിരിക്കുമ്പോൾ ആളുണ്ട് എന്നുള്ള രീതിയിൽ ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. ലീഫ് സസ്പെൻഷൻ നല്ല തെറുപ്പുണ്ട് വണ്ടിക്ക്. അത് മറ്റേ നമ്മുടെ വീട്ടിലൊരു അംബാസഡർ ഉണ്ടല്ലോ, വീട്ടിൽ അംബാസഡറും ഈ ലീഫ് സസ്പെൻഷനാണ്. അതിന് ബാക്കിൽ ആളില്ലെങ്കിൽ ഭയങ്കര ഒരു തെറുപ്പുണ്ട്. അതിലും കൂടുതലാണ് ഉണ്ട്. പിന്നെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലിയായിട്ട് പോകാൻ ചാൻസ് വളരെ കുറവാണല്ലോ. അല്ലേ, നമ്മൾ അല്ലാതുള്ള ചെറിയ ചെറിയ ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്ത് പോകുള്ളൂ. വീക്കെൻഡ് മാത്രമേ എടുക്കാറുള്ളൂ, മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ലോങ് ഇപ്പോൾ എവിടെ പോയത്? ഇപ്പോൾ ഒന്ന് വാഗമണൊക്കെ പോയി. അത്യാവശ്യം ഓഫ് റോഡിങ് ഒക്കെ പോയി, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമില്ല. ഇപ്പം നമ്മളിങ്ങനെ എപ്പോഴും ആൾക്കാർ ഞാനിപ്പോൾ യൂസ്ഡ് വണ്ടി റിവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചോദിക്കും വണ്ടി ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മൾ പജറോടെ വീഡിയോ ചെയ്തപ്പോഴും ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ ജിപ്സി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെ ഈ ഇപ്പോൾ ഒരു സ്വപ്നം ഇപ്പം സാക്ഷാത്കരിച്ച് അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി കാണല്ലോ അതുവഴി. അപ്പോൾ ഇപ്പം ഒരു യൂസ്ഡ് ജിപ്സി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളോട് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? ഇതിന് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നത്? ചാടി കയറി ഒരു വണ്ടി എടുക്കാതിരിക്കുക. അത്യാവശ്യം നമ്മളൊരു വണ്ടി നോക്കുവാണെങ്കിൽ മെക്കാനിക്കിനെ കൊണ്ടുപോയി കാണിച്ച് ഓക്കെ വരുത്തിയിട്ട് എടുത്താൽ മതി. പിന്നെ കാരണം എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെയാണ് ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്യിപ്പിച്ച് വണ്ടി എടുക്കുക. പിന്നെ ഇപ്പോൾ ഇതിനകത്ത് ഈ ഏജൻസ് വഴിയൊക്കെ ഒരുപാട് പേർക്ക്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ഒരുപാട് പേർക്ക് പറ്റിപ്പൊക്കെ പണിയിട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ NOC ഇല്ലാത്ത വണ്ടികൾ NOC ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാമെന്നുള്ള പ്രോമിസിലൊക്കെ വണ്ടി എടുത്തവരുണ്ട്. പക്ഷെ അങ്ങനെ പിന്നെ ഭാവിയിൽ കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തതായിട്ട് എനിക്കറിയാം. പിന്നെ പണിയാവും. അപ്പോൾ പേപ്പറും പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ വണ്ടികളാണെങ്കിൽ ഇപ്പോൾ ടെസ്റ്റും ടാക്സും ക്ലിയർ ആയിട്ടുള്ള വണ്ടികൾ എടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം പേപ്പറും ക്ലിയർ ആയിട്ടുള്ള വണ്ടി, ക്ലിയർ ആയിട്ട് എടുക്കുന്ന വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഹെഡേക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു ചാടി കയറി വണ്ടി എടുക്കാതിരിക്കുക. വണ്ടി കുറച്ച് വണ്ടികളൊക്കെ കണ്ട് ബെറ്റർ വണ്ടി മനസ്സിലാക്കി നല്ലത്. കാരണം ഈ ഓപ്ഷനിൽ വണ്ടി എടുക്കുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്താൽ നമുക്ക് വണ്ടികളൊക്കെ കിട്ടും. വണ്ടി വരും. വണ്ടികൾ വരുന്നുണ്ട്. കാരണം ഇപ്പോഴും ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, വണ്ടികളെല്ലാം വരും. അപ്പോൾ ചാടി കയറി എടുക്കാതിരിക്കുക, ഒന്ന് സ്റ്റഡി ചെയ്ത് പഠിച്ചിട്ടൊക്കെ എടുക്കുക. അപ്പോൾ വേറെ ആരും ചോദിക്കുള്ളത്, നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ജിപ്സി എടുക്കുമ്പം നമ്മൾ എന്തായാലും നമുക്ക് പുതിയ ജിപ്സിന് കിട്ടൂല. അപ്പം നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് ജിപ്സി എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം? ഞാൻ ഈ വണ്ടി പോയി കണ്ടപ്പോൾ ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ മെക്കാനിക്കായിട്ട് പോയി വണ്ടി എടുത്ത് നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിപ്പിച്ചു. വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു. എടുക്കുന്നതിന് മുന്നേ തന്നെ, മേടിക്കുന്നതിന് മുന്നേ തന്നെ വണ്ടി കൊണ്ടുവന്നു. ലിഫ്റ്റ് കയറ്റി വണ്ടി മൊത്തം നോക്കി. എഞ്ചിൻ കണ്ടീഷൻ കുഴപ്പമില്ലായിരുന്നു. അവർ ഓടിച്ച് നോക്കി. ബോഡി ഭാഗം ഒട്ടും നീറ്റല്ലായിരുന്നു. ഇൻറ്റീരിയർ ആണെങ്കിലും എല്ലാം വളരെ മോശമായിരുന്നു. പക്ഷേ എഞ്ചിൻ കുഴപ്പമില്ലായിരുന്നു. പാച്ച് വർക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പാച്ച് വർക്ക് ഉണ്ടെങ്കിലും വളരെ മോശമെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മെക്കാനിക്കും കോൺഫിഡൻ്റ് ആയിരുന്നു. അങ്ങനെയാണ് എടുത്തത്. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഒരു മാരുതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്നാൽ നമുക്ക് ജിപ്സി നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും? മാരുതിയിൽ വർക്ക് ചെയ്യുന്നത് അതോ സാധാരണ ഏത് മെക്കാനിക്കാലും മതി? കുറച്ചൊരു ജീപ്പ് സ്റ്റൈൽ വണ്ടികളൊക്കെ ഉപയോഗിച്ച ആൾക്കാർക്കും കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ ഈ സസ്പെൻഷനും 4 വീൽ ഡ്രൈവ് ഒക്കെ ഉള്ളതുകൊണ്ടൊരു അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജിപ്സിയെ പറ്റിയുള്ള വിശേഷം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജിപ്സിയെ പറ്റിയുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ ഇത് എന്ത് അവസ്ഥയിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു നല്ല അടിപൊളി കണ്ടീഷനിലാക്കി എടുത്ത്. അപ്പോൾ നമുക്ക് ഇത് കൂടുതൽ നിങ്ങൾക്ക് കാര്യം എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റാ ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ ഡയറക്റ്റ് ഇതിനോട് ചോദിക്കുക. അപ്പോൾ ജിപ്സിപരമായിട്ടുള്ള സംശയങ്ങൾക്കെല്ലാം പുള്ളിക്കാരൻ മറുപടി പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വണ്ടി തന്നതിന് ഒഫീഷ്യലി ഭയങ്കര ഒരു നന്ദി അറിയിക്കുന്നു. അപ്പോൾ ശരി, അടുത്ത വീഡിയോ വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.